നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 20, 2026 നടന്ന വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ എക്സാം അനാലിസിസ് ആൻഡ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നലെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ പരീക്ഷയുടെ ഒരു നിലവാരം നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള പരീക്ഷ എന്നാണ് നമുക്കിതിനെ പറയാനായിട്ടും കഴിയുക. വലിയ സിമ്പിളെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആവറേജ് എക്സാം. ഒരു 50-50 നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു 50 ചോദ്യങ്ങളോളം വളരെ എളുപ്പമുള്ളതും 50 ചോദ്യങ്ങൾ പല മേഖലകളിൽ നിന്നുമായിട്ട് ടൈറ്റാക്കിയുമാണ് ചോദിച്ചത്. മാത്സ് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഒരു 1-2 ചോദ്യം കിട്ടാതിരുന്നാൽ പോലും 10-ൽ 8 മാർക്ക് നന്നായി പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ലഭിക്കുമായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ ബേസിക് ലെവലിൽ നിന്നാണ്. പ്രസ്താവന ചോദ്യങ്ങളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല. എല്ലാം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്രാവശ്യം സിവിൽ പോലീസും വുമൺ സിവിൽ പോലീസും ഒരുമിച്ചാണ് പരീക്ഷ നടത്തിയത്. ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് കുറച്ച് ടൈറ്റാക്കി. ഇംഗ്ലീഷ് ഒരു 5 മുതൽ 6 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ല മാർക്കാണ്. മലയാളവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എളുപ്പമുള്ള രീതിയിൽ തന്നെ ചോദിച്ചിരുന്നു. നമുക്ക് ഈസി ആവറേജ് എന്ന് പറയാം. GK ഒരു 50-50 ആണ്. കുറേ ചോദ്യങ്ങൾ കടുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സയൻസ് മേഖല നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്യേണ്ട ഉത്തരങ്ങളും അങ്ങനെ കുറച്ച് ടൈറ്റാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതേപോലെ നമ്മുടെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം ആ ഒരു ഭാഗം നോക്കുകയാണെങ്കിലും അവിടെ നിന്നും കുറേയധികം പുതിയ ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ മാറ്റി നിർത്തിയതിന് ശേഷം കുറേയധികം പുതിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതായിട്ട് കണ്ടു. അങ്ങനെ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ ഞാനിപ്പം WCPOയുടെ ഒരു പക്ഷത്ത് നിന്നാണ് സംസാരിക്കുന്നത്. കാരണം ഇപ്രാവശ്യം രണ്ടും ഒന്നിച്ചാണ് എക്സാം നടത്തിയത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് എക്സാം. കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കുറച്ചും കൂടെ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു ഈസി ലെവലിൽ ചോദിച്ചു. എങ്കിലും ഈസി ആക്കുമ്പോൾ അവിടെ നെഗറ്റീവ് കൂടാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഒരുപാട് പേര് ഒരുപാട് അറ്റൻഡ് ചെയ്ത് ഒരു 80-90 ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് 10-30 നെഗറ്റീവ് വന്നിട്ട് ഒരുപാട് മാർക്ക് കുറഞ്ഞ സാഹചര്യം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നെഗറ്റീവിൻ്റെ എണ്ണം കൂടുതൽ ഒരുപാട് പേർക്ക് ഈ പരീക്ഷയിലുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ഓഫിന് അടുത്തുള്ള മാർക്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നഷ്ടപ്പെടുമോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് എക്സാമിനെ കുറിച്ചിട്ടുള്ളൊരു ഓവറോൾ അനാലിസിസ് പറയുന്നത്. ഇനി നമുക്ക് WCPO പരീക്ഷയുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയാണ് വരുന്നത് എന്ന് നോക്കാം. ഈ പരീക്ഷയിൽ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് 54-നും 60-നും ഇടയ്ക്കാണ്. കാരണം WCPO ഒക്കെ കഴിഞ്ഞ തവണ തന്നെ 57 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നത്. ഈ പ്രാവശ്യം പരീക്ഷ കുറച്ചും കൂടെ സിമ്പിളായതുകൊണ്ട് കട്ട് ഓഫ് കുറയാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നെഗറ്റീവൊക്കെ വന്ന് ഒരുപാട് പേരുടെ മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ റേഞ്ചിനകത്ത് മാർക്ക് വാങ്ങിച്ചവരുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ റേഞ്ചിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് 1-2 മാർക്ക് വ്യത്യാസം വന്നേക്കാം. 60-ന് മുകളിലേക്ക് കട്ട് ഓഫ് പോകാനുള്ള ചാൻസ് നിലവിലെ സാഹചര്യത്തിൽ കാണുന്നില്ല. എന്തായാലും 54-നും 60-നും ഇടയ്ക്കായിരിക്കും കട്ട് ഓഫ് വരാനുള്ള ചാൻസ്. ഇതേപോലെ CPO പരീക്ഷയുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫും എക്സാം അനാലിസിസും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ WCPO ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.